ഇന്ത്യയിൽ നിലവിലുള്ള ചാറ്റിംഗ് ആപ്പുകളുടെ ഉപയോഗത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം. വാട്സാപ്പ്, ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർചാറ്റ്, ജിയോ ചാറ്റ്, ആർഐ, ജോഷ് തുടങ്ങി സകല മെസ്സേജിംഗ് ആപ്പുകളിലും സമൂലമായ മാറ്റമാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. ഇനി മുതൽ ഈ ചാറ്റിംഗ് അക്കൗണ്ടുകൾ ഉപയോഗിക്കണമെങ്കിൽ ആക്റ്റീവായ ഒരു സിം കാർഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിൽ ഉണ്ടായിരിക്കണമെന്നതാണ് സുപ്രധാനമായ വ്യവസ്ഥ. ടെലികമ്മ്യൂണിക്കേഷൻ ഭേദഗതി നിയമപ്രകാരം ഇനി മുതൽ ഒരു ആക്റ്റീവ് സിം കാർഡില്ലാത്ത ഈ ആപ്പുകളിലെ സേവനങ്ങൾ ഉപയോഗിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 120 ദിവസങ്ങൾക്കുള്ളിൽ അവ നടപ്പിലാക്കിയതായി ടെലികോം ആപ്പുകൾ ടെലികോം മന്ത്രാലയത്തെ രേഖാമൂലം അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് 2023 ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട്, ടെലികോം സൈബർ സുരക്ഷാ നിയമങ്ങൾ, മറ്റ് ബാധകമായ നിയമങ്ങൾ എന്നിവ അനുസരിച്ചുള്ള നടപടികൾ നേരിടേണ്ടിയും വരും. വാട്സാപ്പ് പോലുള്ള പല ആപ്പുകളിലും ലോഗിൻ സമയത്ത് ആക്റ്റീവ് സിം കാർഡ് വേണം എന്നതൊഴിച്ചാൽ പിന്നീട് സിം ഇല്ലാതെയും പ്രവർത്തിപ്പിക്കാമായിരുന്നു. എന്നാൽ ഇനി ഇത് സാധ്യമാകാതെ വരും. ലോഗിൻ സമയം കഴിഞ്ഞാൽ പിന്നീട് ആക്റ്റീവ് സിം ഇല്ലാതെയും വാട്സാപ്പ് ഉപയോഗിക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുവെന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പലരും സിം കാർഡ് കയ്യിൽ കിട്ടിയാൽ വാട്സാപ്പ് അക്കൗണ്ടുകൾ എടുത്ത് പിന്നീട് ഇത് ഉപേക്ഷിക്കുന്ന രീതി കണ്ടുവരുന്നതായി ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. വീണ്ടും സിം കാർഡ് എടുത്ത് ഇതേ രീതിയിൽ വിവിധ മെസ്സേജിംഗ് ആപ്പുകളിൽ അക്കൗണ്ട് എടുക്കുന്നതായും ഇത് സുരക്ഷാ ഭീഷണിക്ക് കാരണമാകുന്നുണ്ട് എന്നും മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. ഇതിനെ തടയിടുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശം കേന്ദ്ര മന്ത്രാലയം കൊണ്ടുവരുന്നത്. സിം കാർഡ് ഇല്ലാതെയും ചാറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ പിഴവ് വിദേശത്തു നിന്നുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കാമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെബ് ബ്രൗസറുകൾ വഴി ഇത്തരം ആപ്പുകളിൽ ലോഗിൻ ചെയ്യുന്നതിനും ചില നിയന്ത്രണങ്ങൾ ടെലികോം മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട്. വെബ് ബ്രൗസറുകൾ വഴി ലോഗിൻ ചെയ്തവർ ഓരോ 6 മണിക്കൂറിലും ലോഗ് ഔട്ട് ചെയ്ത് വീണ്ടും അതാത് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. ഉപഭോക്താക്കൾ ലോഗ് ഔട്ട് ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായി ആപ്പിൽ നിന്നും ലോഗ് ഔട്ട് ആവുന്ന സംവിധാനം ആപ്പ് കമ്പനികൾ അവതരിപ്പിക്കണമെന്നും ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിലുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി 90 ദിവസത്തിനുള്ളിൽ ആപ്പിന്റെ ഏതൊരു വെബ് പതിപ്പും ഓരോ 6 മണിക്കൂറിലും ഒരിക്കലെങ്കിലും ഉപയോക്താക്കൾ ലോഗ് ഔട്ട് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഉപയോക്താക്കൾ ഒരു QR കോഡ് ഉപയോഗിച്ച് വീണ്ടും ലിങ്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ മാത്രമേ ആപ്പിന്റെ വെബ് വേർഷൻ ഉപയോഗിക്കാനാവൂ. ഈ മാർഗനിർദ്ദേശങ്ങൾ ടെലികോം മന്ത്രാലയം ഭേദഗതി ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നതുവരെ രാജ്യത്ത് പ്രാബല്യത്തിൽ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളിലുമുണ്ട്. UPI ആപ്പുകൾ, വിവിധ ബാങ്കിംഗ് ആപ്പുകൾ എന്നിവയെല്ലാം ഈ സുരക്ഷാ സംവിധാനം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അധിക സുരക്ഷയ്ക്കായി ഫേസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ആക്റ്റീവ് സിം ഇല്ലാതെ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കോൾ റെക്കോർഡുകൾ, ലൊക്കേഷൻ ലോഗുകൾ അല്ലെങ്കിൽ കാരിയർ ഡാറ്റ എന്നിവയിലൂടെ തട്ടിപ്പുകൾക്ക് കളമൊരുക്കും. സ്ഥിരമായ സിം ബൈൻഡിംഗ് ഉപയോക്താവിനും നമ്പറിനും ഡിവൈസിനും ഇടയിൽ ട്രേസബിലിറ്റി നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതുവഴി സ്പാം പോലെയുള്ളവയ്ക്ക് തടയിടാനും ചാറ്റിംഗ് പ്ലാറ്റ്ഫോം വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് തടയിടുമെന്നും ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പറയുന്നു.